നമുക്കുള്ള കുഴി നമ്മളെ കൊണ്ട് തന്നെ എടുപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ മണ്ണു ഇടിയിപ്പിച്ചു. എങ്ങനെ പണി കൊടുക്കാവടാ? ഗൗതമിന്റെ ദേഷ്യത്തിന് പിന്നിൽ ശിവാനിയുടെ ഐഡിയകളും ഉണ്ട്. ഇലക്ഷൻ സമയത്ത് ജനങ്ങൾ ഇവരോട് സ്നേഹം കാണിക്കുന്നത് ഇവർക്കത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ദേവാ, നീ എന്ത് ചെയ്യണമോ ചെയ്യ്. ആ ഗൗതം മാത്രം പ്രമാണിയാകാൻ പാടില്ല. ദുർഗ, ഗൗരി, ശിവാനി, വേഗം വന്നേ, ഭക്ഷണം കഴിക്കാം. ഏട്ടാ, ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കിപ്പോ വിശപ്പില്ല മോളെ. ശ്രീദേവി മത്സരത്തിൽ വിജയിച്ചു വന്നപ്പോ മനസ്സും വയറും നല്ലതുപോലെ നിറഞ്ഞതാ. പക്ഷെ ഇന്നാണെങ്കിലോ, ഞാൻ ഉറപ്പായിട്ടും വാക്ക് നൽകിയ ആ പെൺകുട്ടിയുടെ ജീവിതം പോലും എന്നേക്കുമായി അവസാനിച്ചു. അന്യായത്തെ എതിർക്കാൻ പറ്റാതെ അവള് ജീവൻ വിട്ടു പോയപ്പോ എന്റെ വയർ വല്ലാതെ എരിയോ മക്കളെ. എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല മക്കളെ. സത്യേട്ടാ, മായ മരിച്ചു പോയെന്ന് വിഷമിക്കണോ, ശ്രീദേവി ജയിച്ചതിന് സന്തോഷിക്കണോ, ഒന്നും മനസ്സിലാവുന്നില്ല. അവളെ സഹായിക്കാമെന്ന് ഏട്ടൻ വാക്ക് കൊടുത്തതല്ലേ, അവൾ ഏട്ടനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ആ നീചന്മാർ ചെയ്ത പ്രവൃത്തികളെല്ലാം താങ്ങാൻ പറ്റാതായപ്പോ ഈ ഏട്ടൻ അവൾക്ക് നൽകിയ ഉറപ്പൊന്നും ചിലപ്പോ അവളുടെ തലയിലോട്ട് കയറി കാണത്തില്ല. കബഡി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ തന്നെ അവളുടെ ജീവൻ എടുത്തു. ഞങ്ങൾക്ക് ഏട്ടനെങ്കിലും ഉണ്ട്. ഏട്ടനെ പോലൊരു സഹോദരൻ ഇല്ലാത്തോണ്ടാ ഇതേപോലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം വഴിയാധാരാവുന്നത്. ഒരു വീട്ടിൽ നടന്ന അമ്മായിയമ്മ പോര് കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു. മറ്റൊരു വീട്ടിലാണെങ്കിൽ എന്ത് സംഭവിച്ചാലും ശരി താൻ എതിർത്ത് നിൽക്കുമെന്ന് ശ്രീദേവിയും പറയുന്നു. ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളും ഓരോ പ്രശ്നങ്ങള് ദിവസവും നേരിട്ടുകൊണ്ടായിരിക്കുന്നേ. അതിനെന്ത് ചെയ്യാനാ? എന്റെ ദേവരാജേട്ടനെയും വല്യച്ഛനെയും പോലുള്ള ആൾക്കാരിവിടെ ഉള്ളിടത്തോളം നമ്മളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഉറപ്പായും കഷ്ടം നേരിടും. ഞാനും ആ വീട്ടിലെ പെൺകുട്ടിയല്ലേ. എന്റെ ഗായത്രി ചേച്ചി മുന്നേറാൻ കഴിയാതെ മരിച്ചുപോയി. ഞാൻ മാത്രമാണ് എന്റെ സ്വപ്നം നേടിയത്. ഒരു കണക്കിന് ഇങ്ങനെയുള്ള വീട്ടിലേക്ക് ലക്ഷ്മി ചേച്ചി പോകാതിരുന്നത് വളരെ നന്നായി. ഞാൻ രക്ഷപ്പെട്ടു, എന്നാലും ശ്രീദേവി അവിടെ പോയി പെട്ടുപോയില്ലേ. അവൾ ധൈര്യമുള്ളവളാ. ആ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് അതുപോലത്തെ രാക്ഷസന്മാരുള്ള വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത്. നിന്നെപ്പോലെ പാവം പിടിച്ച പെൺകുട്ടികളാണെങ്കിൽ ആ രാക്ഷസന്മാര് നിന്റെ തലയിൽ കയറി നിരങ്ങും. എന്നാലും ആ വീട്ടിലേക്ക് പോവാനായിട്ട് വേറൊരാൾ ഇവിടെ ഉണ്ടല്ലോ ഏട്ടാ. അന്ന് എന്ത് സംഭവിക്കോ എന്തോ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഏട്ടാ, ചേട്ടാ, അതൊന്നുമില്ല ഏട്ടാ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ വീട്ടിൽ പോയി വരാറില്ലേ. ഇനി എന്ത് പ്രശ്നമാ ഉണ്ടാവാൻ പോകുന്നെന്നാ ഏട്ടത്തി ചോദിക്കുന്നത്. അതാ. അതെ ഏട്ടാ, അതാണ്. ഇത്രയും നാളും ഞാൻ നിങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. നമുക്ക് ഈ വിധി മാറ്റാൻ കഴിയും. കാരണം കൊന്നതിനെ ഇവരെ ആത്മഹത്യയായി മാറ്റി
കുറ്റവാളിയെ രക്ഷപ്പെടുത്താനും സാധ്യതയുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും മനോധൈര്യം ആവശ്യമുണ്ട്. അന്യായം ചെയ്യുന്ന ഏത് പ്രതിയാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം. ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ധീരതയും ധൈര്യവും ഉള്ള ഏട്ടനെ പോലൊരാള് അധികാരത്തിൽ വരണം. അതെ ഏട്ടാ, നാട്ടുകൂട്ടത്തിലേക്ക് പോയ ഒരു പെണ്ണിനും ഇന്ന് വരെ നീതി കിട്ടിയിട്ടേയില്ല. ഏട്ടൻ പ്രമാണിയായി നാട്ടുകൂട്ടത്തിന്റെ മുഴുവൻ ചുമതല ഏറ്റെടുക്കണം. എങ്കിലേ ഇതുപോലുള്ള തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റൂ. ഭരതരാജൻ അമ്മാവൻ പറയുന്നത് അതേപോലെ കേൾക്കുന്നവര് മാത്ര ഇത്രയും നാളെ പ്രമാണിയായിട്ട് വന്നിട്ടുള്ളത്. അമ്മാവന്റെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുമായിരുന്നു ഇത്രയും നാൾ അവരെ പേരിന് മാത്രമേ അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ. തീരുമാനമൊക്കെ അമ്മാവനാ എടുത്തിരുന്നത്. അത് ശരിയാ. ഇത്തവണ മത്സരത്തിൽ പങ്കെടുത്ത് പ്രമാണിയായി ജയിച്ച് എല്ലാവരെയും കഷ്ടപ്പെടുത്താനാ നോക്കുന്നതെന്നാ തോന്നുന്നേ. ഏട്ട അതിനെന്തായാലും സമ്മതിക്കില്ല. തീർച്ചയായും അവര് ചെയ്ത പാപത്തിനൊക്കെ വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഭരതരാജൻ ഒരു രാക്ഷസനാണ്. അയാളെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. കരുതലോടെ കരുക്കൾ നീക്കിയ ഏത് വലിയ മലയും നമുക്ക് കീഴ്പ്പെടുത്താം. അവർക്ക് ചിലപ്പോൾ പണമുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ജനങ്ങളുടെ പിൻബലമാണ് വേണ്ടത്. നാട്ടുകൂട്ടത്തിലെ തെരഞ്ഞെടുപ്പിന് ചിഹ്നം ആവശ്യമുണ്ട്. ആ ചിഹ്നം ജനങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ പതിയുന്നതായിരിക്കണം. ആ ചിഹ്നത്തെ മനസ്സിൽ വെച്ച് ഒരു തവണ അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ മറക്കില്ല. മോളെ ശ്രീദേവി, ഇടികിട്ടിയെടുത്ത് ഈ ഐസ് കട്ട വെച്ചാ വേഗം ശരിയായിക്കോളും മോളെ. നീ ഇവിടെ വന്നിരിക്കെ, ഞാൻ വെച്ചു തരാം. ഇപ്പൊ വേദനയൊന്നും ഇല്ല അമ്മായി, കുറവുണ്ട്. വേദനയില്ലെങ്കിലും മുഖം നല്ലപോലെ വീങ്ങിയിട്ടുണ്ടല്ലോ ശ്രീദേവി. അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ ഐസ് വെക്കാൻ നോക്ക്. പെട്ടെന്ന് തന്നെ അങ്ങ് കുറയും. നമ്മളെ കണ്ട ഉടനെ അവൾക്ക് ദേഷ്യം കൂടി. മുഖത്ത് രക്തം കട്ട പിടിച്ചതാണോ എന്തോ. അതിനൊക്കെ ഈ ഐസൊന്നും വെച്ചാൽ ഒരു കുറവും ഉണ്ടാവില്ല മോനെ. കുറച്ച് സമാധാനായിട്ട് സംസാരിച്ചാ അതങ്ങ് പോകും. അങ്ങനെയൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല മുത്തശ്ശി. നൈസായിട്ട് എനിക്കിങ്ങനെ തൊടാൻ മാത്രമേ അറിയൂ. നിനക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ? നിനക്ക് കിട്ടിയ ഈ അടിയൊക്കെ നിന്റെ ചേട്ടനും കിട്ടണമായിരുന്നു. എന്റെ ഏട്ടൻ ബോക്സിങ്ങിനൊന്നും പോയിട്ടില്ല. പക്ഷെ എതിരെ വരുന്ന ശത്രുക്കളെയെല്ലാം നിലക്കി നിർത്തും. ബോക്സിംഗ് മത്സരം, കബഡി മത്സരം ഇതൊന്നും എന്റെ ഏട്ടന് ഇഷ്ടമല്ല. പക്ഷെ എന്നോട് മത്സരിക്കാൻ വരികയാണല്ലോ. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരദരാജ. ഇവൾക്ക് കിട്ടിയ ഈ അടി ഇവളുടെ ചേട്ടന് കിട്ടിയിരുന്നെങ്കിൽ അത് ഈ നാട്ടിൽ മുഴുവൻ സംസാര വിഷയമായേനെ. അവനെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ എങ്ങനെ രക്ഷിക്കുമെന്ന് ജനങ്ങൾ നമുക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. എന്റെ മുഖത്തിലെ മുറിവ് പോലും നിങ്ങളൊരു അവസരമായി കാണുകയാണല്ലേ? എന്റെ ചേട്ടനോട് തോറ്റുപോകുന്നുള്ള ഭയം ഇപ്പോഴേ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് പോലെ അല്ല ശ്രീദേവി. ഗ്ലൗസ് ഒക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുഖത്തിങ്ങനെ ഇടിക്കുന്നത് പോലെ അല്ല. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണം. നിന്റെ ചേട്ടനാണെങ്കിൽ ഹോട്ടൽ നടത്തുന്നു. പോലീസ് ഓഫീസറായിട്ടുള്ള ശിവാനി ചെറിയ സമയം കൊണ്ട് തന്നെ അവന്റെ സ്വപ്നങ്ങൾ നേടിയെടുത്തു. ഇങ്ങനെയുള്ള സമയത്ത് നിന്റെ ഏട്ടന്റെ മേൽ നെഗറ്റീവായിട്ടൊരു കാര്യം വന്നാൽ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. എന്റെ ഏട്ടൻ നല്ലത് ചെയ്യാൻ വേണ്ടിയാ പ്രമാണി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങളോ ആ മത്സരത്തിന് പോലും കള്ളത്തരം കാണിക്കാൻ നോക്കി. അതാ നിങ്ങളും എന്റെ ഏട്ടനും തമ്മിലുള്ള വ്യത്യാസം. അതൊന്നും ആരും അന്വേഷിക്കില്ല ശ്രീദേവി. നാട്ടുപ്രമാണിയായി ജയിക്കുമോ ഇല്ലയോ അത് മാത്രമേ നോക്കൂ. അങ്ങനെയാണെങ്കിൽ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിന്റെ ചേട്ടൻ തോറ്റുപോകുമെന്ന് ഇപ്പം നിനക്ക് പേടിയുണ്ടായിരിക്കുന്നു അല്ലേ? നീ പരിഭ്രമിക്കേണ്ട ശ്രീദേവി. വോട്ട് വേണമെങ്കിൽ പാർട്ടിയുടെ ചിഹ്നം തീരുമാനിക്കണം, പ്രചരണം നടത്തണം. പിന്നീടല്ലേ ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്നൊക്കെ അറിയാൻ പറ്റൂ.
ചിഹ്നമൊക്കെ കിട്ടിക്കഴിഞ്ഞു ഗീതേ. ഇവളുടെ ചേട്ടന് കിട്ടിയിരിക്കുന്നത് തൃശൂലമാ. അമ്മായി കേട്ടില്ലേ, എന്റെ ഏട്ടനെ തൃശൂല ചിഹ്ന കിട്ടിയിരിക്കുന്നേ. എന്റെ ഏട്ടന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ പോവാ. സാക്ഷാൽ പരമശിവന്റെ തൃശൂലം എന്റെ ഏട്ടനെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി വന്നതില്. ഇലക്ഷനിൽ ഗൗതം നിൽക്കുന്നത് കൊണ്ട് തൃശൂലം ഒരു നല്ല ശകുനമാണ് നൽകിയിരിക്കുന്നത്. മത്സരം കഴിയുന്നതിന് മുമ്പേ പ്രമാണിയായതുപോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത്. ഇനിയും ഒരുപാട് പ്രോസസ് ഉണ്ട്. ഒരു ഗൗതമുണ്ട്, അവന്റെ ഭാര്യ ശിവാനിയുണ്ട്. ാണ് ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന നിന്റെ ഏട്ടനോട് ഞങ്ങൾക്ക് എപ്പോ ഈ പണം തിരിച്ചു തരാൻ പറ്റുമെന്ന് അവർ ചോദിച്ചാൽ പണം കൊടുക്കാൻ കഴിയാതെ ഈ നാട് വിട്ട് ഓടിപ്പോകും നിന്റെ ചേട്ടൻ. നിങ്ങൾ നാട്ടുകൂട്ടത്തെ തീരുമാനിച്ചോണ്ടല്ലേ ഗൗതമിന്റെ പേര് പഴി വീണത്. നാട്ടുകൂട്ടം തീരുമാനിച്ചത് കൊണ്ടൊന്നും അല്ല പഴിയുണ്ടായത്. ഗൗതം ഒരുപാട് കടം വരുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കടത്തെക്കുറിച്ച് സംസാരിക്കാൻ ചെല്ലുമ്പോ അവൻ എന്നോട് മത്സരിക്കാനാ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. തൃശൂല ചിഹ്നമല്ലേ ലഭിച്ചിരിക്കുന്ന അമ്മാവാ. എന്റെ ഏട്ടന് വന്ന കടങ്ങളും അതിന് കാരണക്കാരായ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കും. കയ്യില് ചില്ലി കാശ് പോലും ഇല്ലാതെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ചെല്ല്, അപ്പോ മനസ്സിലാവും. ചോദിക്കും. ആ പരമശിവൻ പോലും ഭവതി ഭിക്ഷാന്തേഹി എന്ന് യാചിച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ ഏട്ടനും എല്ലാവരോടും വോട്ട് ചോദിക്കും. സഹോദരിമാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അമ്മ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? നാട്ടിലുള്ള എല്ലാവരും അമ്മയാണെന്ന് കരുതും വരദരാജ. അവൻ ചെന്ന് കാണുന്നവരെയൊക്കെ അച്ഛാന്ന് വിളിച്ചാൽ ഇവരുടെ കാര്യം എന്താകും? നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ നാട്ടിലുള്ളവരറിഞ്ഞ ജയിച്ച് നാട്ടുപ്രമാണിയാവാന്ന് കരുതണ്ട അമ്മാവ. തൃശൂലം കിട്ടിയതുകൊണ്ട് മാത്രം നിന്റെ ചേട്ടൻ ജയിക്കില്ല. അതേ തൃശൂലം തന്നെ നിന്റെ ചേട്ടനെ പരാജയപ്പെടുത്തി അവനെ ഒരുപാട് വിഷമിപ്പിക്കും. അപ്പോ ഈ പറഞ്ഞത് മനസ്സിലാകും. അവന്റെ കാര്യം പോട്ടെ, ഇപ്പൊ ഏട്ടന് കിട്ടിയ ചിഹ്നം ഏതാണ്? മോതിരം. ഏയ്, നീ എന്തിനാ ചിരിക്കുന്നെ? എത്ര നല്ല മോതിരമായിരുന്നാലും അത് അമ്മാവന്റെ കയ്യിലിട്ടാ ഭംഗിയായിരിക്കുമെന്നല്ലാതെ ആ മോതിരം കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു നല്ല കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ശ്രീദേവി, എന്താടി വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് മുത്തശ്ശി? നിന്നെ മുത്തശ്ശി നിങ്ങളുടെ മകന് മോതിര ചിഹ്നം കിട്ടിയെന്ന് വെച്ച് എന്റെ കയ്യിൽ ഒരു മോതിര ഇട്ട് ഗോതയിൽ ഇറങ്ങി ഒരു ഇടി ഇടിച്ചാലുണ്ടല്ലോ, ബാക്കിയുള്ള പല്ല് പോലും താഴെ പോവും മുത്തശ്ശി. കണ്ടില്ലേടാ, നിങ്ങൾ കണ്ടില്ലേ? ഇവൾക്ക് എന്ത് അഹങ്കാരമാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ മകനും ചെറുമകനും ശ്രീദേവി പറയുന്നതും കേട്ട് മിണ്ടാതെ നിൽക്കുകയല്ലായിരുന്നു. അവളുടെ വഴി നിങ്ങൾക്കറിയില്ല, പക്ഷേ അത് അവൾക്ക് വളരെ
കേട്ടിട്ട് നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? ഇവരെ ഇങ്ങനെയല്ലമ്മേ. ഗൗതമിനെ നാട്ടുകൂട്ടത്തിൽ അപമാനിച്ചെങ്കിലേ ഇവരുടെ അഹങ്കാരം ശമിക്കൂ. അച്ഛാ, ഗൗതം ചിഹ്നം വാങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് വരുമല്ലോ. അന്ന് നമ്മൾ അവനിട്ട് നല്ലൊരു പണിയും കൊടുക്കണം. ശശികുമാറിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് തന്നെ വിളിക്കാം. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ദേവാ? ഏട്ടാ, ഏട്ടാ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നാട്ടുകൂട്ടം നടക്കുന്ന സ്ഥലത്തേക്ക്. തീരുമാനം പറയുന്നിടത്തേക്കാണോ? രണ്ടും ഒന്ന് തന്നെ അല്ലേ? അതെങ്ങനെ ഒന്നാകും? അതെന്താ അങ്ങനെ? ഏട്ടന്റെ ബൈക്കിൽ വെറുതെ ഇരുന്ന് വരുന്നതും അല്ലെങ്കിൽ ബൈക്കിൽ ഇരുന്ന് രണ്ട് കൈ കൊണ്ട് ഏട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വരുന്നതും മതി, ഒന്നാണോ? കൈ എടുക്കാൻ. അല്ല ഏട്ടാ, രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കും നീ. ഹം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടും, കേട്ടല്ലോ. അപ്പോ ആളുകൾ എന്ത് വിചാരിക്കും? സ്വന്തം ഭാര്യയെ നടു റോട്ടിൽ ഇറക്കി വിട്ടെന്നും പറഞ്ഞ് നാളെ ഒരു ദിവസം ഇവനെ നമ്മൾ ഓട്ടോ കൊടുത്ത് ജയിപ്പിച്ചാ നമ്മളെ ഇതുപോലെ നടു റോട്ടിലാക്കുമെന്ന് ആളുകൾ വിചാരിക്കില്ലേ? നമ്മുടെ കാര്യം വേറെ, ജനങ്ങളുടെ കാര്യം വേറെ. നീ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് നിന്റെ ഭാഗത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആ കാര്യം ശരിക്കും ഞാൻ പറയാൻ വന്നേ. ഞാൻ പോലീസ് ഓഫീസർ ആയ ഉടനെ തന്നെ ഞാൻ ചോദിക്കുന്നത് തരാന്നാ ഏട്ടൻ പറഞ്ഞത്. പറഞ്ഞത് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടും ഒന്നേനല്ലോ. ശരി, പറഞ്ഞോ. അത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എപ്പോഴാ? എന്റെ സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്തുപറ്റി? ഏട്ടൻ പറഞ്ഞത് കേട്ട് ഒന്ന് പേടിച്ചു പോയതാ. ഞാനെന്തു പറഞ്ഞു? ഏട്ടന്റെ അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കി എത്ര വർഷം എടുക്കുമെന്നാ. അന്ന് ഏട്ടൻ എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റില്ല. എല്ലാവരുടെയും കല്യാണം കഴിയുമ്പോഴേക്കും കമ്പ് പിടിച്ച് നടക്കേണ്ട പ്രായമാവും. അത് മനസ്സിലാക്കും. നീ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട. ലക്ഷ്മിയുടെയും ഗൗരിയുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ ദുർഗയുടെ കല്യാണം അടുത്ത 4-5 കൊല്ലം കൊണ്ട് നടക്കുമല്ലോ. അപ്പോ അത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്യണമെന്നാണോ? നല്ലതുപോലെ കഴിക്കുന്നുണ്ടല്ലോ. വെയിറ്റ് ചെയ്യണോന്ന് പറഞ്ഞാ ദൈവത്തെ പൂജിക്കാൻ വേണ്ടി അല്ല ഏട്ടാ, നിങ്ങളെ പൂജിക്കാനാ. എന്നുവെച്ചാ? ആണായാൽ, അതായത് എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എന്റെ തലയിലും മുല്ലപ്പൂവും ചൂടി കൈ നിറയെ വളകളും ഇട്ട് ഒടിയാണോ അണിഞ്ഞ് ഇതുപോലെ എത്രയോ കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്യണ്ടേ ഏട്ടന്? അതിനെന്താ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തി തന്നാ പോരെ? ഞാനിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളാ പറയുന്ന ഏട്ടാ. കളത്തിലേക്ക് ഇറങ്ങിയാലേ മനസ്സിലാകൂ അതിന്റെ മഹിമ എന്താണെന്ന്. നീ സംസാരിക്കാനൊന്നും മിണ്ടാതിരിക്കൂ. അവിടെ നമുക്ക് തരാൻ പോകുന്ന ചിഹ്നം വെച്ചിട്ടാ അത് നമുക്ക് എങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്ന് തരാമോ? ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഇത്തവണയും മുതലാളി തന്നെയാ പ്രമാണി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. സന്തോഷ വാർത്തയാണല്ലോ താൻ പറഞ്ഞത്. പിന്നല്ലാതെ, മുതലാളി പോലെ ഒരാൾക്ക് മോതിരചിഹ്നം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഇത് ഉറപ്പായിട്ടും പതിയില്ലേ? എന്തായാലും മുതലാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഗൗതം തയ്യാറായി നിൽക്കുകയാണല്ലോ. അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? അതൊന്നും ഒരു വലിയ കാര്യമല്ലെന്നേ. ഒരു വാശിയുടെ പുറത്ത് മത്സരിക്കാൻ ഇറങ്ങി മുതലാളിയെ എതിർത്ത് ജയിക്കാൻ പറ്റൂ. വോട്ട് ചെയ്യുന്നത് വരെ അവന് നിൽക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് വാങ്ങിയ കടമൊക്കെ കൊടുക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് നടക്കും. ഗൗതമിനെ ഒരിക്കലും കുറച്ച് കാണരുത്. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അവൻ ചെറിയ കുട്ടിയാണെന്ന് തോന്നും. ഈ നാട്ടിലുള്ളവരെല്ലാം അവന് വലിയ മനസ്സാണെന്നാ പറയുന്നേ. അങ്ങോട്ട് നോക്കിയേ, അവരെ കാണുമ്പോഴൊക്കെ സാക്ഷാൽ ശിവനും പാർവതിയും പോലെയാ തോന്നുന്നത്. എന്നാലും നിന്റെ പേര് മാത്രമാണ് ശിവാനി. ഗൗതമിന് തുണയായി നീ സംസാരിക്കേണ്ടി വന്നാൽ അവന് തനിച്ചൊരു അന്തസ്സുണ്ടാകണമെന്ന് നീ കരുതുന്നു ശിവാനി.
അതുകൊണ്ടാ നിന്റെ ഭർത്താവ് എന്നോട് മത്സരിക്കാൻ വരുന്നത്. ഞാനും അതുകൊണ്ടാ എതിർക്കാത്തത്. നിങ്ങളും ഞങ്ങളോട് ദയ കാണിച്ച അവസരം തന്ന പോലെ ഒന്നും സംസാരിക്കണ്ട. ഗൗതമേട്ടൻ സാമർഥ്യമുള്ള ഒരാളാ. ധൈര്യവും ധീരതയും ഉള്ളതുകൊണ്ടും പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മത്സരം എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല. സാധാരണക്കാരെ പറ്റിച്ച് മത്സരം വിജയിക്കുന്നവരെ മാത്രമേ ജനങ്ങൾ കണ്ടു കാണൂ. പക്ഷെ ശരിക്കുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഇനിയാണ്.